പ്രധാനമന്ത്രിക്കെതിരായുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. ഉത്തർപ്രദേശിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ രാമക്ഷേത്രവും കർത്താർപൂർ ഇടനാഴിയും പരാമർശിച്ചതിനെതിരെയായിരുന്നു ഹർജി. ഇതേ പരാതിയിൽ പ്രധാനമന്ത്രിക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പ് ക്ലീൻ ചീറ്റ് നൽകിയിരുന്നു. ഹിന്ദു സിഖ് ദേവതകളുടെയും ആരാധനാലയങ്ങളുടെയും പേരിൽ ബിജെപിക്കായി വോട്ട് തേടിയെന്ന് ആരോപിച്ചുള്ള ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയത്. ഇക്കഴിഞ്ഞ 9-ന് ഉത്തർപ്രദേശിലെ പിലീഭത്തിൽ നടന്ന എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അയോധ്യ രാമക്ഷേത്രം സാധ്യമാക്കിയതിന് പിന്നിലെ ബിജെപിയുടെ ത്യാഗത്തിന്റെയും നിലപാടുകളുടെയും വിവരണങ്ങൾ പ്രധാനമന്ത്രി ഉൾപ്പെടുത്തിയിരുന്നു. കൂടാതെ ഭാരതത്തിലെയും പാകിസ്ഥാനിലെയും സിഖ് ആരാധനാലയങ്ങൾ ബന്ധിപ്പിച്ചുള്ള കർത്താർപൂർ സർക്യൂട്ട് പദ്ധതിയും പ്രസംഗത്തിൽ ഇടം പിടിച്ചു. ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് പ്രധാനമന്ത്രിയെ 6 വർഷത്തേക്ക് അയോഗ്യനാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കാനായിരുന്നു ഒരു അഭിഭാഷകന്റെ ഹർജി. എന്നാൽ പ്രത്യേക ഉദ്ദേശത്തോടെ അത്തരം നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തെറ്റിദ്ധാരണയുടെ പുറത്താകാം ഇത്തരമൊരു ഹർജിയെന്നും കോടതി നിരീക്ഷിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണനേട്ടങ്ങളിൽ ഇടം പിടിച്ച പദ്ധതികളെ മതപരമായ വിഷയമെന്ന രീതിയിൽ മാത്രം പരിഗണിക്കാനാവില്ലെന്ന ഇതേ പരാതിയിൽ മുൻപ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തൽ നടത്തിയതാണ്. ജനം, ഡൽഹി.